ഞാനിപ്പോൾ നടന്നു ചെല്ലാൻ പോകുന്ന ഈ ടൗണിന് ഒരു പ്രത്യേകതയുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ വിനോദസഞ്ചാരികൾ വരുന്ന ടൗൺ, അതേപോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടൗൺ. വെൽക്കം ടു മൂന്നാർ ടൗൺ. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളൊക്കെ അങ്ങനെ അധികമൊന്നും ശ്രദ്ധിക്കാത്തൊരു പ്രദേശമാണ് ഈ മൂന്നാർ ടൗൺ ഏരിയ. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം മൂന്നാർ ടൗൺ എന്ന് പറയുന്നത് ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണ്. അതെന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. മുതിരപ്പുഴയാറിൻ്റെയും നല്ലതണ്ണിയാറിൻ്റെയും കുണ്ടളയാറിൻ്റെയൊക്കെ ഒരു സംഗമമാണ് ഈ മൂന്നാർ എന്ന് പറയുന്ന പ്രദേശം. ഒരു വശത്തേക്ക് നോക്കിയാൽ സാധാരണക്കാർ താമസിക്കുന്ന ലയങ്ങളാണെങ്കിൽ മറുവശത്ത് അത്യാധുനിക റിസോർട്ടുകൾ കാണാൻ സാധിക്കും. അതേപോലെ തന്നെ തേയിലത്തോട്ടങ്ങളുടെ നല്ല അവിസ്മരണീയമായ ഒരു കാഴ്ചയുണ്ട്. ഇതൊന്നുമല്ല എന്നെ വിസ്മയിപ്പിച്ചൊരു സംഭവം. ഇടുക്കി ജില്ലയിൽ റെയിൽവേ ഇല്ല, റെയിൽവേ സ്റ്റേഷൻ ഇല്ല എന്ന് പറഞ്ഞ് കളിയാക്കുന്നവരുടെ ഒരു കാര്യം. കേരളത്തിൽ തന്നെ ആദ്യത്തെ മോണോറെയിൽ നിലവിൽ വന്നത് ഇടുക്കി ജില്ലയിലെ മൂന്നാറിലാണ്. അതേപോലെ തന്നെ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച ഒരുപാട് നിർമ്മിതികൾ ഇവിടെ കാണാൻ സാധിക്കും. CSI ചർച്ച് മുതൽ ചർച്ചിൽ ബ്രിഡ്ജ് വരെയുള്ള നീണ്ട നിര. കേരളത്തിലെ ആദ്യത്തെ ഹൈഡൽ പാർക്ക് മുതൽ കേരളത്തിലെ ആദ്യത്തെ നാഷണൽ പാർക്ക് വരെ സ്ഥിതി ചെയ്യുന്ന സ്ഥലമാണ് മൂന്നാർ. കേരളത്തിലെ ആദ്യത്തെ ടീ മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് മൂന്നാറാണ്. കേരളത്തിൽ ആദ്യമായിട്ട് വൈദ്യുതി ഉൽപ്പാദിപ്പിച്ച പള്ളിവാസൽ പഞ്ചായത്ത് മൂന്നാറിന് തൊട്ടടുത്ത് കിടക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ടൗണുകളിലൊക്കെ ഉള്ളതുപോലെയുള്ള സംഭവങ്ങൾ 100 വർഷം മുമ്പേ തന്നെ മൂന്നാറിലുണ്ടായിരുന്നു. ക്ലബ്ബുകൾ, കുതിരപ്പന്തയങ്ങൾ, സമ്മർ ഹൗസുകൾ, അങ്ങനെ നിരവധി ആഡംബര സൗകര്യങ്ങൾ. ഇതിനെല്ലാം അപ്പുറം എണ്ണിയാലൊടുങ്ങാത്ത സവിശേഷത ഉള്ളതുകൊണ്ടാണ് ഞാൻ ആദ്യമേ പറഞ്ഞത് മൂന്നാർ ഒരു ചരിത്രത്തിൻ്റെ ഭാഗമാണെന്നുള്ള കാര്യം.